എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ക്ലീൻലിനെസ് സർവേനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരാൾ വന്നിരുന്നു സർവേ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീൻലിനെസ് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അയാൾ എല്ലാ ചോദ്യങ്ങളും മറാഠിയിലാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ പല വീടുകളിലും ഇവർ പോകുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ മറാഠിയിൽ തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഇന്ന് ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ രാവിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരാൾ വന്നിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അയാൾ ആദ്യം തന്നെ പറഞ്ഞത്, അയാൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മീ മഹാനഗർ പാലിക്കെ കടൂൻ ആലോ ആഹേ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഹാവ് കം ഫ്രം ദ മുനിസിപ്പാലിറ്റി. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് വന്നത് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. മീ എന്താണ് അർത്ഥം? ഞാൻ. ഓക്കെ, മഹാനഗർ പാലിക്ക എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി, മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റി. മഹാനഗർ പാലിക്കെ കടൂൻ, കടൂൻ എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്താൽ അവിടെ നിന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ മഹാനഗർ പാലിക്കെ കടൂൻ എന്ന് പറഞ്ഞാൽ മഹാനഗർ പാലിക്കയിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. ആലോ ആഹേ വന്നതാണ്. ഇവിടെ ആണാണ് വന്നത്, ഒരു പുരുഷനാണ്. അതുകൊണ്ടാണ് അയാൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ആലോ ആഹേ വന്നിരിക്കുകയാണ്, വന്നതാണ് എന്ന് പറഞ്ഞത്. ഇനി അതൊരു സ്ത്രീ ആയിരുന്നു എങ്കിൽ ആലി ആഹേ എന്നാണ് പറയുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ 1-2 ക്ലാസ്സുകളിൽ ഇത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ജെൻഡർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് പഠിച്ചതാണ്. ഓക്കെ, മീ മഹാനഗർ പാലിക്കെ കടൂൻ ആലോ ആഹേ. ഞാൻ മഹാനഗർ പാലിക്കയിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? എന്തിനാണ് അയാൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നത് എന്ന് കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സ്വച്ഛത സർവേക്ഷൺ സാഠി. സ്വച്ഛത ക്ലീൻലിനെസ്, സർവേക്ഷൺ സർവേ, സാഠി അതിനു വേണ്ടി. അതിനു വേണ്ടി എന്ന് പറയാൻ നേരത്ത് സാഠി എന്ന വാക്ക് കൂട്ടിച്ചേർക്കണം. അപ്പോൾ സ്വച്ഛത സർവേക്ഷൺ സാഠി എന്ന് പറഞ്ഞാൽ ഫോർ ക്ലീൻലിനെസ് സർവേ, ക്ലീൻലിനെസ് സർവേക്ക് വേണ്ടി ആണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അയാൾ എന്താ ചോദിച്ചത്? തുംഹി കച്ചറ കുഠേ ടാക്ത. ഇതിൻ്റെ അർത്ഥം വേർ ഡു യു ത്രോ ദ വേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കച്ചറ അല്ലെങ്കിൽ വേസ്റ്റ് എവിടെയാണ് ഇടുന്നത് എന്നാണ് അയാൾ ചോദിച്ചത്. വീട്ടിലെ വേസ്റ്റ് നിങ്ങൾ എവിടെയാണ് കളയുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് നിങ്ങൾ എവിടെയാണ് ഇടുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. തുംഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നമ്മൾ പഠിച്ചതാണ്. കച്ചറ വേസ്റ്റ്. കുഠേ ഇൻറ്ററഗേറ്റീവ് വേർഡ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ച വാക്കാണ് കുഠേ. എന്താ അതിൻ്റെ അർത്ഥം? എവിടെ. കുഠേ എവിടെ. ടാക്ത, ടാക്കണേ എന്നത് ഒരു ആക്ഷൻ വേർഡാണ്. ടാക്കണേ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കളയുക എന്നും ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥം വരും. അപ്പോൾ ടാക്ത എന്നതൊരു ചോദ്യമാണ്. കുഠേ ടാക്ത, എവിടെയാണ് ഇടുന്നത്, എവിടെയാണ് കളയുന്നത്. തുംഹി കച്ചറ കുഠേ ടാക്ത, നിങ്ങൾ വേസ്റ്റ് എവിടെയാണ് ഇടുന്നത്, വേസ്റ്റ് എവിടെയാണ് കളയുന്നത്. ഇതാണ് അയാൾ ചോദിച്ചത്. ഇനി അടുത്തത് എന്താ ചോദിച്ചേ? ഓല ആണി സുക കച്ചറ വേഗളെ ഠേവ്ത കാ. ഇങ്ങനെ ചോദിച്ചു. അവർ ചോദിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ചോദിക്കുക കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോ ആയിട്ട് പറയണത്. ഓല ആണി സുക കച്ചറ വേഗളെ ഠേവ്ത കാ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഡു യു കീപ്പ് വെറ്റ് ആൻഡ് ഡ്രൈ വേസ്റ്റ് സെപ്പറേറ്റ്ലി. ഇതാണ് അയാൾ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറ്റും ഡ്രൈയും വേസ്റ്റ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കാറുണ്ടോ എന്നാണ് അയാളുടെ ചോദ്യം. ഓല എന്ന് പറഞ്ഞാൽ വെറ്റ്. ഓക്കെ, നനഞ്ഞത് എന്ന് പറഞ്ഞാൽ പച്ചക്കറി, അങ്ങനെയുള്ള മോയ്സ്ചർ കണ്ടൻറ്റുള്ള വേസ്റ്റ്. ഓല വേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് വേസ്റ്റ്. ആണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ് എന്നാണ് അർത്ഥം. സുക്ക എന്ന് പറഞ്ഞാൽ ഡ്രൈ വേസ്റ്റ്. ഓക്കെ, സുക്ക എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് അല്ലെങ്കിൽ ഡ്രൈ. അപ്പോൾ ഓല കച്ചറ എന്ന് പറഞ്ഞാൽ വെറ്റ് വേസ്റ്റും, സുക്ക കച്ചറ എന്ന് പറഞ്ഞാൽ ഡ്രൈ വേസ്റ്റും. വേഗളെ എന്ന് പറഞ്ഞാൽ വേറെ വേറെ, സെപ്പറേറ്റ്. ഓക്കെ, വേഗളെ എന്ന് പറഞ്ഞാൽ വേറെ.
ठेवणे എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ठेवता का അതൊരു ചോദ്യമാണ്. ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കാ എന്നുള്ളത്. ആണോ എന്നുള്ള അർത്ഥത്തിലാണത്. ഇതും നമ്മൾ ഇൻറ്ററോഗേറ്റീവ് വേർഡ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ठेवता का എന്ന് ചോദിച്ചാൽ വെക്കാറുണ്ടോ, വെക്കുന്നുണ്ടോ എന്നാണ് അർത്ഥം. ഓക്കെ, ठेवणे എന്നാൽ റൂട്ട് വേർഡ് എന്താണ്? ठेवणे. അതിൻ്റെ അർത്ഥം വെക്കുക. ठेवता का എന്ന് പറഞ്ഞാൽ വെക്കാറുണ്ടോ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, ചോദ്യമാണത്. ओला आणि सुका कचरा वेगळे ठेवता का? വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാറുണ്ടോ? ഇതായിരുന്നു അയാളുടെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു പാംഫ്ലെറ്റ് തന്നു. അതിനയാൾ എന്താ പറഞ്ഞതെന്നറിയോ? ഹി പത്രിക വാച്ച എന്ന് പറഞ്ഞാൽ, പത്രിക എന്ന് പറഞ്ഞാൽ പാംഫ്ലെറ്റ് എന്നാണ് അർത്ഥം. അതിൽ എങ്ങനെയാണ് വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും സെപ്പറേറ്റ് ആക്കേണ്ടത്, സെഗ്രിഗേറ്റ് ആക്കി വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലീൻലിനെസ് സർവേയിൽ ഇൻക്ലൂഡ് ആവണ കുറച്ച് ഇൻഫർമേഷൻ ആ പാംഫ്ലെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ആ പാംഫ്ലെറ്റ് എനിക്ക് നീട്ടിയിട്ട് അയാൾ പറയാണ്, ഹി പത്രിക വാച്ച. ഹി പത്രിക, ഇവിടെ ഹി എന്നതിൻ്റെ അർത്ഥം ഈ എന്നാണ് വരിക. മലയാളത്തിൽ ഈ, ഇത് എന്നുള്ള പറയാൻ വേണ്ടി പറയില്ലേ നമ്മൾ, ഈ പാംഫ്ലെറ്റ് എന്ന് പറയില്ലേ, അതിനാണ് ഹി പത്രിക. പത്രിക പാംഫ്ലെറ്റ്. വാച്ച വായിക്കൂ. വാച്ചനെ നമ്മൾ പഠിച്ച വാക്കാണ് വായിക്കുക എന്നാണ് അർത്ഥം. വാച്ച എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോട് കൂടി പറയാണ് വായിക്കൂ. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ വാച്ച എന്നാണ് എഴുതുക. ഇവിടെ ഞാൻ ഇംഗ്ലീഷിലും വാച്ച എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് പ്രൊനൗൺസ് ചെയ്യാൻ നേരത്ത് മറാഠിയിൽ വാച്ച എന്ന് വേണം പറയാൻ. ഓക്കെ, ഹി പത്രിക വാച്ച, റീഡ് ദിസ് പാംഫ്ലെറ്റ്. ഇത് ഈ പാംഫ്ലെറ്റ് വായിക്കൂ, ഈ നോട്ടീസ് വായിക്കൂ എന്നാണ് അർത്ഥം. അപ്പം ഞാൻ അയാളോട് ഇതെന്താണ് എന്ന് നമ്മൾ സ്വാഭാവികമായി ചോദിക്കുമല്ലോ. അപ്പോൾ ഹേ കായാ ഹേ, അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇഥേ സഗളെ സവിസ്തർ ദില ആഹേ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗീവൻ ഇൻ ഡീറ്റെയിൽ ഹിയർ. ഇതിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഇഥേ സഗളെ സവിസ്തർ ദില ആഹേ എന്ന് പറഞ്ഞത്. ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. ഇഥേ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സഗളെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ് ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥം വരിക. മനുഷ്യരുടെ കോണ്ടെക്സ്റ്റിലും സഗളെ യാ എന്ന് പറയും ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ യാ പറഞ്ഞാൽ നമുക്കറിയാം വരൂ എന്നാണ് അർത്ഥം. സഗളെ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ വരും. ഇവിടെ ഇൻഫർമേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ സഗളെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇഥേ ഇവിടെ, സഗളെ എല്ലാം, സവിസ്തർ എന്ന് പറഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ, ഡീറ്റെയിൽ ആയിട്ട്. സവിസ്തർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട്. ദില ആഹേ, ദേണേ എന്ന് പറഞ്ഞാൽ തരിക. ഓക്കെ, ദില ആഹേ തന്നിട്ടുണ്ട്. ഗിവൺ, ഗിവൺ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, അത് തന്നെ. ദില ആഹേ തന്നിട്ടുണ്ട്. ഇഥേ സഗളെ സവിസ്തർ ദില ആഹേ, ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ, ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോകാൻ നേരത്ത് അയാൾ ഒരു കാര്യം കൂടി ചോദിച്ചു. തുംസാ നാവ് ആണി ഫോൺ നമ്പർ സാങ്ക. അയാൾക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ റെക്കോർഡിൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുംസാ നാവ് ആണി ഫോൺ നമ്പർ സാങ്ക എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? ടെൽ മീ യുവർ നെയിം ആൻഡ് ഫോൺ നമ്പർ. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും പറയൂ എന്നാണ് അർത്ഥം. തുംസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ഇത് നമ്മൾ പഠിച്ച വാക്കാണ്. നാവ്, ഇതും പഠിച്ചതാണ്. തുജ നാവ് കായ് നമ്മൾ പഠിച്ചതല്ലേ. നാവ് എന്ന് പറഞ്ഞാൽ മറാഠിയിൽ പേര് എന്നാണ് അർത്ഥം. ആണി ആൻഡ് നമുക്കറിയാം. ഫോൺ നമ്പർ സാങ്ക പറയൂ. സാങ്കണേ എന്നത് ഒരു റൂട്ട് വേർഡാണ്. എന്തിൻ്റെ? സാങ്കണേ എന്ന് പറഞ്ഞാൽ പറയുക. സാങ്ക എന്ന് പറഞ്ഞാൽ നമ്മളോട് റെസ്പെക്റ്റോട് കൂടി പറയുകയാണ് അയാൾ. സാങ്ക പറയൂ. പറയ് എന്ന് പറയാൻ സാങ്ക് എന്ന് മാത്രമേ പറയണ്ടൂ. നമ്മൾ കൊച്ചു കുട്ടികളോട് തുജ നാവ് സാങ്ക് എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര് പറയേ എന്നാണ് അർത്ഥം. പക്ഷേ വേറെ ഒരാളോട് റെസ്പെക്റ്റോട് കൂടി പറയാൻ നേരത്ത് സാങ്ക എന്ന് പറയും.
ओके. तुमचा नाव आणि फोन नंबर सांगा. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും പറയൂ. എന്നിട്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും കൊടുത്താൽ അയാൾ അത് ഡോക്യുമെൻ്റ് ചെയ്ത് അടുത്ത വീട്ടിലേക്ക് പോയി. ഓക്കെ. നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം. ഹാപ്പി ലിവിങ് ഗൈസ്.